സംസ്ഥാനത്തെ ഇനിയും വൈദ്യുതി എത്താത്ത 102 ആദിവാസി ഊരുകളിൽ ഈ വർഷം തന്നെ വൈദ്യുതി എത്തിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തൃശൂർ ലാലൂർ 110 kV സബ്സ്റ്റേഷന്റെ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാലൂർ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ വൈദ്യുതി വിതരണം കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമാകുമെന്നും മന്ത്രി പറഞ്ഞു. ₹38 കോടി ചെലവഴിച്ചാണ് ലാലൂരിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. നിലവിലെ വൈദ്യുതി വിതരണ ലൈനുകളിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ തൃശൂർ നഗരം പൂർണ്ണമായും ഇരുട്ടിലാകാനുള്ള സാധ്യതയുള്ളതിനാൽ ലാലൂർ 110 kV സബ്സ്റ്റേഷൻ വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. തൃശൂർ വികസിക്കുന്നതനുസരിച്ച് വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യങ്ങൾക്കും ഇതോടെ പരിഹാരമാകും. തൃശൂർ പൂരം, പുലിക്കളി തുടങ്ങിയവയ്ക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ ലാലൂർ സബ്സ്റ്റേഷൻ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പുകലൂർ മാടകത്തറ ലൈൻ പൂർത്തിയാക്കിയതോടെ ഏറെക്കാലം കേരളത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷി 2550 മെഗാവോൾട്ടായി വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗും പവർ കട്ടും ഒഴിവാക്കാനായി. ഇനിയും വൈദ്യുതി എത്താത്ത 102 ആദിവാസി ഊരുകളിൽ ഈ വർഷം തന്നെ വൈദ്യുതി എത്തിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 1 ലക്ഷം പേരുടെ വീടുകളിൽ സൗജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇനിയും വൈദ്യുതി എത്താത്ത 102 ആദിവാസി ഊരുകളിൽ ഈ വർഷം തന്നെ വൈദ്യുതി എത്തിക്കും. ഗ്രിഡ് മുഖേന 43 ഊരുകളിലും സോളാർ വിൻഡ് ഹൈബ്രിഡ് വഴി 40 ഊരുകളിലും വൈദ്യുതീകരണം നടപ്പാക്കി വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 1 ലക്ഷം പേരുടെ വീടുകളിൽ സൗജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ഒരു കുടുംബങ്ങൾക്ക് പ്രതിവർഷം 10,000 രൂപയോളം വരുമാനം ഇങ്ങോട്ട് കിട്ടും. സംസ്ഥാനത്ത് വൈദ്യുതി കുടിവെള്ള വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. പഴയ മുനിസിപ്പൽ പ്രദേശത്ത് 12.65 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് കോർപ്പറേഷൻ വൈദ്യുതി വിതരണം നടത്തുന്നത്. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA കരാറ് കൈമാറ്റം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി വിശിഷ്ടാതിഥിയായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.